ഹലോ, അസ്സലാമലൈക്കും. വയനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു വഴുതനങ്ങ തൈര് വെച്ചിട്ടുള്ളൊരു കറിയാട്ടോ. നമ്മളൊന്ന് ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന്. അപ്പം അതിന് 3 വഴുതന ഞാൻ എടുത്തിട്ടുണ്ട് വട്ടത്തിൽ. അപ്പം നമ്മളിതിന് വേണ്ട മസാല അരച്ചെടുക്കുക കേട്ടോ. വഴുതന ഞാനെല്ലാം കഴുകി മുറിച്ച് വട്ടത്തിൽ മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ട് വെള്ളം ഒന്ന് വാരട്ടെ. അപ്പോൾ മസാല തയ്യാറാക്കുക. വലിയ മിക്സിയാണ്, ചെറിയ മിക്സി കേട് വന്നുകൊണ്ട്. അപ്പം കാശ്മീർ ചില്ലി രണ്ട് സ്പൂണ് കാശ്മീർ ചില്ലി ഇടുന്നു കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഗരം മസാല ഇട്ട് കൊടുത്തു 1 സ്പൂണ്. കല്ലുപ്പ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കേട്ടോ. അപ്പം ഞാനിതാ ചെറിയുള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ അതിലിട്ട് കൊടുക്കുക കേട്ടോ. ഒഴിച്ചത് ഇനി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക 1 സ്പൂണ്. ഇഞ്ചി പേസ്റ്റ് ഇട്ടൊക്കെ ഒന്നായിട്ട് അരച്ചെടുക്കും നമ്മൾ. അപ്പം നമ്മളിതൊക്കെ അരച്ച് ശരിയാക്കിയിരിക്കുന്നത് നല്ല അരിഞ്ഞ് കുഴച്ചെടുക്കുക. അരപ്പിലേക്ക് വഴുതനങ്ങ ഓരോന്ന് പെറുക്കിയിട്ടിട്ട് പരട്ടുക കേട്ടോ. സൈഡിലേക്ക് കുഴച്ചെടുക്കുക. അപ്പോൾ ഓരോന്ന് പരട്ടുമ്പോൾ നേരം കുറേ ആവും. നല്ലോണം പരട്ടിയെടുക്കുക. അതായിട്ട് നന്നായി മസാല തേച്ച് കൊടുത്ത് നമുക്ക് പൊരിച്ച് പോരാം. നിൽക്കട്ടെ കുറച്ച് നേരം. പിന്നെ അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണയാണ് കേട്ടോ വയ്ക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ്. പൊരിച്ചെടുക്കാം. വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വില മക്കളെ, കൂടിയത് എങ്ങനെ നമ്മൾ ജീവിക്കുന്ന അറിയില്ല കേട്ടോ. എല്ലാ സാധനത്തിനും വില കൂടിയിരിക്കുന്നു. ഉള്ളി ഇപ്പം ഇങ്ങനെ ഓരോന്ന് പെരുക്കിയിട്ട് കൊടുത്തിട്ട് പരന്ന ചട്ടിയിലാണെങ്കിൽ നമുക്ക് പൊരിക്കാൻ സുഖം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കി വെക്കിയത് കൊണ്ടാണ് ഇത് കാണിക്കാൻ വെച്ച് കൂട്ടി വെക്കുന്നുണ്ട്. ഈ നോർത്ത് ഇന്ത്യക്കാരൊരു കറിയാണിത്. അവർക്ക് നമ്മൾ പൊരിഞ്ഞ് കിട്ടും. അപ്പം കിടന്ന് പൊരിയട്ടെ, ചെറുതീയിലിട്ട് കൊടുക്കട്ടെ. നമുക്ക് നല്ല വെന്ത് വേവും വഴുതന. അപ്പം നമ്മളെ വഴുതനങ്ങ കോരിയെടുക്കുക കേട്ടോ. ഉടയാതെ കോരിയെടുത്താൽ നല്ലതാണ്. ഇങ്ങനെ ഉള്ളി അരിഞ്ഞിട്ട് ഇതിലേക്ക് തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഞാൻ കോരിയെടുക്കുന്നത്. അപ്പം ഞാനെല്ലാം കോരി അതൊക്കെ അപ്പം ചട്ടി നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കടുകൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ചട്ടിയിലേക്ക് തന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കട്ടെ. നല്ല കഴിഞ്ഞതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കട്ടോ. ഇതിലേക്ക് നല്ല താളിക്കുക. മുളക് പൊടി ഇടുന്നില്ല. മുളക് പൊടി ഞാൻ നല്ല പെരട്ടി പൊരിച്ചതാണ്. അധികം കളറും ഇതുമാവും. ഇതിൽ തന്നെ വഴറ്റിയിട്ടപ്പോൾ നമ്മൾ നന്നായി മൂത്തിട്ടിട്ടാണ് തീ ഓഫ് ചെയ്യാം. അപ്പോൾ പൊരിച്ച് വെച്ചതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ താളിച്ചെടുത്തത് അങ്ങനെ വെക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ തൈരിൽ വഴുതനട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് മക്കളെ. എങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് ചോറ് നോക്കി
ഭയങ്കര ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് മാത്രം മതി കേട്ടോ ചോറിന്. അപ്പോൾ നമ്മളെ കറി റെഡി. കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നു. എനിക്ക് വായിന്ന് വെള്ളം വരുന്ന ചോറുന്നാൻ പോകുന്നത്. അപ്പം നല്ല കറിയാട്ടോ. അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിയൊരു നോർത്ത് ഇന്ത്യക്കാരെ കറിയാണിത്, പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പം ജീരകം ചേർക്കും ചിലവർ. ഞാൻ ജീരകം ഇട്ടിട്ടില്ല, എനിക്ക് അത് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഇടാത്ത. വേണ്ടവർക്കൊരു ചെറിയ ജീരകം കൂടെ ചേർത്താൽ നല്ലതാണ്. അപ്പോൾ ഇനി വേറൊരു ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ കാണാം. അസ്സലാമു അലൈക്കും.